സെപ്റ്റംബർ 14 വേൾഡ് ഫസ്റ്റ് എയ്ഡ് ഡേ ആണ്. പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു രോഗി തളർന്ന് കുഴഞ്ഞു വീഴുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഹാർട്ട് അറ്റാക്ക്, അതായത് കാർഡിയാക് അറസ്റ്റ് വരുന്ന ഒരു സാഹചര്യം, പേഷ്യൻ്റ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ രോഗി കിടക്കുന്ന അവസ്ഥയാണ് നോക്കേണ്ടത്. ഒരു കംഫോർട്ടബിൾ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് രോഗിയെ നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. പേഷ്യൻറ്റിനെ നമ്മൾ ആദ്യം സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്ക് മാറ്റിയതിന് ശേഷം ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പേഷ്യൻറ്റിൻ്റെ കോൺഷ്യസ് ലെവലാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ രണ്ട് ഹാൻഡ് കൊണ്ട് നിങ്ങൾ രോഗിയുടെ ഷോൾഡർ ഭാഗത്ത് ശക്തമായി അടിക്കുക. ആർ യു ഓക്കെ, ആർ യു ഓക്കെ സർ, ആർ യു ഓക്കെ? റെസ്പോൺസ് ഇല്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ അധിക സമയം കളയാനില്ല. തുടർന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ 3 വിരൽ ഉപയോഗിച്ച് കഴുത്തിനോട് ചേർന്ന് സൈഡിലായിട്ട് പ്രധാന ധമനിയുണ്ട്, കരോട്ടിഡ് പൾസ് എന്ന് പറയുന്നത്, നമുക്കത് പൾസ് ചെക്ക് ചെയ്യാം. അറ്റ് ദ സെയിം ടൈമിൽ നമ്മൾക്ക് അവരുടെ ചെസ്റ്റ് റൈസ് ചെയ്യുന്നുണ്ടോ നോക്കുക, അതായത് ശ്വാസോച്ഛ്വാസം ഉണ്ടോ എന്ന് നോക്കുക. പിന്നീട് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മളുടെ വലത് കൈ രോഗിയുടെ ബ്രസ്റ്റിന്റെ സെൻട്രൽ വെക്കുക, ബ്രസ്റ്റ് ബോണിന്റെ മുകളിൽ വെക്കുക. അതിനുശേഷം ഇടത് കൈ വെച്ച് വലത് കൈ ലോക്ക് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ടാഞ്ഞ് നമ്മളുടെ വെയിറ്റ്, ശരീരത്തിന്റെ വെയിറ്റ് സ്റ്റേർണത്തിൽ, അതായത് ബ്രസ്റ്റ് ബോണിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 30 കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം രോഗിയുടെ തലഭാഗം ഒന്ന് ഉയർത്തി വെച്ച് നിങ്ങളുടെ നിശ്വാസവായുവാണ് നമ്മൾ രോഗിക്ക് നൽകുന്നത്. നിങ്ങളുടെ നിശ്വാസവായു രോഗിയുടെ വായിൽ കൂടി ഊതുക. 2 പ്രാവശ്യം ഊതുക. അതിനുശേഷം വീണ്ടും വലത് കൈ ബ്രസ്റ്റ് ബോണിൽ വെച്ചിട്ട് ഇടത് കൈ ഓവർലാപ്പ് ചെയ്തിട്ട് വീണ്ടും 30 കംപ്രഷൻ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. തുടർന്ന് നമ്മൾക്ക് സഹായം അഭ്യർത്ഥിക്കാം. തൊട്ടടുത്ത് നിൽക്കുന്ന എമർജൻസി കോഡിൽ അറിയിക്കാൻ പറയുക. ആശുപത്രിയിൽ നിന്നുള്ള എമർജൻസി കോഡ് വരുന്നത് വരെ, സഹായം കിട്ടുന്നത് വരെ നമ്മൾ ഇതുപോലെ കംപ്രഷൻ കൊടുത്തുകൊണ്ടേയിരിക്കണം.